ശ്രീകാന്തിന്റെ അടുത്ത് പറയും. അതായത് ശ്രുതി ചേച്ചി നേരെ കൺസീവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം. രണ്ടാം തവണയും കൺസീവ് ആവോ ഇല്ലെന്ന് അറിയാനാണ് ശ്രുതി ചേച്ചി ഹോസ്പിറ്റലിൽ പോയതെന്ന് ശ്രീകാന്തിന്റെ അടുത്ത് വർഷ പറയും. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷനി അത് ചുമ്മാ ഓരോന്നും അതൊന്നും പറയില്ലേ, നിന്നോട് ആരാ ഇത് പറഞ്ഞ? അപ്പൊ വർഷ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞത് രേവതി ചേച്ചി. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ആ രേവതി ചേച്ചി ആണെങ്കിൽ സത്യമായിരിക്കും, ഏട്ടത്തിൽ പറഞ്ഞ സത്യം മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. വർഷ അപ്പൊ അവിടെ നിന്ന് അവളുടെ ഓരോ സംശയങ്ങളെല്ലാം പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ടാവും കൺസീവ് ആയത്, അല്ലെങ്കിൽ സുധിച്ചേട്ടനെ കെട്ടിക്കഴിഞ്ഞിട്ടായിരിക്കോ? ഏയ്, അങ്ങനെയാണെങ്കിൽ സുധിച്ചേട്ടൻ അറിയാതിരിക്കും. അപ്പോൾ ഇത് ശ്രുതി ചേച്ചി നേരത്തെ കൺസീവ് ആയിരിക്കണേ, കല്യാണത്തിന് മുന്നേ. അങ്ങനെ വർഷം ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ശ്രീകാന്തി നമുക്ക് ശ്രുതി ചേച്ചിയോട് തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ശ്രീകാന്ത് പറയുന്നത്, ഏയ് ഇവിടെ അറിയത്തന്നെ ഒരു പ്രശ്നങ്ങളാണ്, നീ ഇതൊന്നും ആരോടും പറയണ്ടെന്ന്. അങ്ങനെ വർഷ ശ്രീകാന്തിന്റെ അടുത്ത് പറയും, ശ്രീകാന്തി നീ ആരോടും പറയലേട്ടാ, എനിക്ക് എന്റെ തലയിൽ ഒരു ബോംബ് എടുത്ത് വെച്ച പോലെ ഫീൽ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇപ്പോഴാണ് എന്റെ തലയിൽ ആ ബോംബ് ഇറങ്ങിയത്, നീ ആരോടും പറയലേ എന്ന് പറഞ്ഞിട്ട് വർഷ റൂമിൽ ഇറങ്ങി പോകും. ശ്രീകാന്താണെങ്കിൽ ആ റൂമിൽ കിടന്ന് അയ്യോ ടെൻഷൻ അടിച്ച് ആവാറേ, ഇത് ആരോട് പറയും, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ. അങ്ങനെ ശ്രീകാന്തിനെ സച്ചിയുടെ അടുത്ത് പറയും. അപ്പൊ സച്ചി എന്ന് പറയുന്നത് കേട്ടിട്ട്, പിന്നെ പാർലറായിട്ട് നേരത്തെ ഒരു ഫ്രോഡായിരുന്നു, നേരത്തെ എനിക്കറിയാം ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു പറയും. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് സച്ചി പറയും ശ്രീകാന്തിനോട്. അങ്ങനെ ശ്രീകാന്ത് പറയും, സച്ചേട്ടാ ഇത് വേറെ ആരോടും പറയല്ലേ, അഥവാ പറഞ്ഞാൽ തന്നെ അവരോട് പറയണം, ഇത് വേറെ ആരോടും പറയാൻ പാടില്ല. അങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിച്ച് പറയാൻ വയ്യാതെ നേരെ അച്ഛൻ്റെ അടുത്ത് പറയും. സച്ചി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫസ്റ്റ് അച്ഛനോട് പറയണം, അല്ലാണ്ട് എല്ലാവരും മുന്നിൽ. അതുകൊണ്ടാണ് സച്ചി നേരെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അച്ഛൻ കേട്ടിട്ട് സച്ചിനോട് അച്ഛൻ പറയും, നീ നോക്കിക്കേ എന്ന് പറയും. അപ്പൊ സച്ചി പറയുന്നേ, അച്ഛാ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, അച്ഛാ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ എല്ലാവരെയും മുന്നിൽ വെച്ചേ പറയുള്ളൂ ഇതൊക്കെ. അങ്ങനെ അച്ഛൻ പറയും, ആ ഇത് പക്ഷേ ഒരു ചെറിയ കാര്യമല്ലല്ലോ എന്ന് സച്ചിനോട് പറയും. സൂര്യയുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണെന്ന് സച്ചി അച്ഛനോട് പറയും. സച്ചി അപ്പൊ അച്ഛനോട് പറയേണ്ടത്, ഇനി അമ്മക്ക് എന്തെങ്കിലും അറിയായിരിക്കും അച്ഛനെ പറ്റി. അപ്പൊ അച്ഛൻ, അതായത് രവിയേട്ടൻ സച്ചിനോട് പറയേണ്ടത്, ഏയ് അവൾ നിങ്ങൾക്ക് ഒന്നും അറിയാനൊന്നും പറ്റില്ല, അവൾ അറിഞ്ഞു വെച്ചെങ്കിലും ചെയ്യുന്നതായിരിക്കും എന്ന്. അപ്പൊ സച്ചി പറയേണ്ടത്, ഇനി ചിലപ്പോൾ അച്ഛനെ അറിയണ്ടെന്ന് വിചാരിച്ച് പറയാത്തതാണെങ്കിലോ എന്ന്. അച്ഛൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് സച്ചി ഉള്ളിലേക്ക് പോകും. അങ്ങനെ അച്ഛൻ, അതായത് രവിയേട്ടൻ ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് നേരെ ചെന്ന് അമ്മനോട് പറയും, അതായത് ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ആകെ ഷോക്കാവും. ഷോക്കായിട്ട് രവിയേട്ടൻ നിനക്ക് എങ്ങനെ പറയാൻ പറ്റണത്, ശ്രുതി നമ്മുടെ മരുമകളല്ലേ എന്ന് പറയും. അപ്പൊ രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നേരത്തെ അറിയാത്ത കാര്യമാണ്, നീ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുള്ളതാണ് എൻ്റെ അടുത്ത്. ശ്രുതികൾക്ക് വേണ്ടി പാർലർ തുടങ്ങാൻ നമ്മുടെ വീടിന്റെ ആധാരം പണയം വെച്ചത്, രേവതി മോളുടെ സ്വർണ്ണം പണയം വെച്ചത്, വിൽക്കാൻ കൊടുത്തത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അച്ഛൻ ചന്ദ്രമതിയോട് ചോദിക്കും. അപ്പൊ ചന്ദ്രമതി പറയുന്നത്, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല, ഇങ്ങനത്തെ കാര്യം ഞാൻ ഓൾറെഡി മറച്ചപ്പോൾ രവിയേട്ടന് തോന്നുന്നുണ്ട. അങ്ങനെ ചന്ദ്രമതി രവിയേട്ടനോട് പറയും. അപ്പൊ തന്നെ രവിയേട്ടനോട് പറയും, ഇതെന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ, ഇപ്പൊ തന്നെ ചോദിക്കണം എന്ന് ചന്ദ്രമതി നേരെ ശ്രുതി എന്ന് പറഞ്ഞത് നേരെ ഹാളിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വാന്നൊക്കെ പറയും. അവർക്ക് ശ്രുതി ഇറങ്ങി വരും. ശ്രുതി ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അമ്മക്ക് എന്താണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നത്, നീയാണോ ശ്രുതിന്റെ പേരാണോ ശ്രുതി ചോദിക്കുന്നത്. അങ്ങനെ ശ്രുതി ഇറങ്ങി വരും. അപ്പൊ ശ്രുതിനെ വീണ്ടും വിളിക്കും, ശ്രുതി നീ ഇങ്ങോട്ട് വന്നോ അത് ഞാൻ അങ്ങോട്ട് കയറാനോ ചോദിക്കും. അങ്ങനെ ശ്രുതി താഴത്തേക്ക് ഇറങ്ങും. എന്താ ആന്റിന്ന് ശ്രുതി ചന്ദ്രമതിയോട് ചോദിക്കും. അങ്ങനെ ശ്രുതി നേരെ താഴത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ശ്രുതി നേരെ താഴത്ത് വന്നിട്ട് എന്താ ആന്റിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താടി ഇത് എന്തൊക്കെയാണ് ഈ കേൾക്കണത്, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ശ്രുതിയോട് ചോദിക്കും. അപ്പൊ ചന്ദ്രമതി പറയാനുണ്ട്, മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു പെണ്ണാണ് നീ എന്ന്. അങ്ങനെ ഇങ്ങനെ ശ്രുതിനെ പറയും. ശരിക്കും നീ ആരാടി എന്നൊക്കെ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കും. ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇത് ശ്രുതി എൻ്റെ ഭാര്യ. അമ്മ എന്താണ് ഉറക്കത്തിൽ നിന്ന് വന്നാണെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി നീ മാറിക്കടാ എന്ന് പറഞ്ഞ് ശ്രുതിയെ പിടിച്ച് തള്ളി അങ്ങോട്ട്. അങ്ങനെ രവിയേട്ടൻ പിടിച്ച് ചന്ദ്രമതിയോട് പറയും, അത് ശരിക്കും നീ വീട് ഇപ്പൊ ചോദിക്കേണ്ട അങ്ങനെയൊക്കെ പറയും. അപ്പം ചന്ദ്രമതി എനിക്ക് ഇപ്പൊ തന്നെ അറിയണം എല്ലാ കാര്യങ്ങളും, ഇപ്പൊ തന്നെ ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കും. അങ്ങനെ ചന്ദ്രമതി നേരെ അവളുടെ മുന്നിലേക്ക് ചെല്ലും. അവളുടെ ഒരു ആന്റി, ശ്രുതി നീ ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല, സത്യം പറയണം, ഞാൻ ചോദിക്കണമെങ്കിൽ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ ശ്രുതിയുടെ നേരെ ചെന്ന് പറയും ചന്ദ്രമതി, ഇത് നിന്റെ സെക്കൻഡ് മാരേജ് ആണോ, രണ്ടാമത്തെ കല്യാണമാണോ, അതായത് ഫസ്റ്റ് കല്യാണത്തിന് മുന്നേ നിനക്കൊരു കുട്ടിയുണ്ടോ, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ശ്രുതിയോട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മക്ക് ഇത് എന്ത് പറ്റിയമ്മേ എന്നൊക്കെ. അപ്പൊ ചന്ദ്രമതി നീ ഒന്നും മിണ്ടാതിരിക്കണ എന്ന് അമ്മ ശ്രുതിയോട് പറയുന്നുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണ് നീ, നിന്നെ ഞാൻ കുറേ തലയിലെടുത്ത് വെച്ച് ആടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഞാൻ ചോദിക്കണമെങ്കിൽ സത്യമായിട്ട് ഉത്തരം പറയണം, ഒന്നും മറച്ചു വെക്കാതെ നീ പറയണമെന്ന് ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്. നീ ഒരു കുട്ടിയുടെ അമ്മയല്ലേ, നീ നേരത്തെ ഒരു കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഓരോന്നും ശ്രുതി മുന്നിൽ വെച്ച് ശ്രുതിയോട് ചന്ദ്രമതി ചോദിക്കും. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും മുന്നിൽ വെച്ച് ചോദിക്കണം. അപ്പൊ ചന്ദ്രമതി പറയും, നീ ഞാൻ ചോദിച്ചതിനോട് മറുപടി പറ, അങ്ങനെ ഓരോന്ന് പറയും. അത് കേട്ട് ശ്രുതി ഷോക്കായി നിൽക്കുന്ന സീനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ, അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അവൾ പറയുന്നത്, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അത് രണ്ടാം തവണ കൺസീവ് ആവോ ഇല്ലെന്ന് അറിയാൻ പോയതായിരിക്കില്ലേ എന്നൊരു ടീച്ചറിനെ ചോദിച്ചു. അപ്പോൾ അവൾ ഇങ്ങനെ സ്തംഭിച്ച് നിന്നു. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ മുന്നേ ഒരു കുട്ടിക്ക് കൺസീവ് ആയിട്ടുണ്ടോ എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു. അങ്ങനെ ശ്രുതിനോട് ഷോൾഡറിൽ പിടിച്ച് കുളിക്ക് ചന്ദ്രമതി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നീ ഒരു കുട്ടിയുടെ അമ്മയല്ലേ, നീ സത്യം പറ,
പറയാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയെ പിടിച്ച് കുട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ശ്രുതി കരയാൻ തുടങ്ങി. നിന്റെ അഭിനയമാണോ ഇതൊക്കെ എന്ന് ചന്ദ്ര ശ്രുതിയോട് ചോദിച്ചു. അപ്പൊ അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ, ഓരോരോ കള്ളത്തരങ്ങളെ. അങ്ങനെ ശ്രുതി കരഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ശ്രുതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി നീ ഇങ്ങനെ കരയാണ്? അവൾ പറയുന്നത് എന്റെ വിരോധി ഞാൻ ഇങ്ങനെ കരയണമെന്നാണ്. അപ്പോഴും ചന്ദ്രമതി പറയുന്നത്, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമല്ല നീ ഇപ്പൊ പറയണത്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ എന്ന് പറയും. അങ്ങനെ ശ്രുതി പറയും, ശരിയാണെങ്കിൽ ഞാൻ ഒരു തവണ പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്ന്. അത് ചന്ദ്രമതി വീട് ചോദിക്കും, ശ്രുതിക്കും കെട്ടലേക്ക് മുന്നേ ആണോ നീ കൺസീവ് ആയത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും വർഷ അവിടെ നിന്ന് പറയാനുണ്ട്, എന്തൊരു ചോദ്യമാണ് നീ ചോദിക്കുന്നത്, ശ്രുതിയുടെ കിട്ടിയ ശേഷം പ്രഗ്നന്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ എന്ന് പറയും. അപ്പോഴും ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പറയാനാണ്, ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി നാളെ എന്താകും ശ്രുതി ഇനി പറയോ, എന്തായിരിക്കും പറയുന്നത്, സത്യം പറയോ കള്ളം പറയുന്നത്, ഇനി നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക്